إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വയം മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ മുആവിയ ഇബ്നു അബീ സുഫിയാനും ഉബൈദുല്ലാഹ് ഇബ്നു ജർഹമും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മുആവിയ ഇബ്നു അബീ സുഫിയാൻ ജർഹമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വല്ല അനുഭവവും ഉണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ് ഈ ഖുതുബയുടെ തുടക്കത്തിൽ നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കവിതയാണ് അദ്ദേഹം അനുഭവമായി പറഞ്ഞത്. യബ്ഖൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു വദു ഖറാബതിഹി ഫിൽ ഹയ്യ് മസ്റൂറു. ജർഹം പറയാണ്, എന്റെ നാട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരാൾ കടന്നു വന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം എന്റെ നാട്ടിൽ താമസിക്കുകയും ആ നാട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മരണപ്പെട്ടപ്പോൾ ഈ കവിത ഞാൻ ആ മരണവേളയിൽ ചൊല്ലി. ആ സമയത്ത് എന്നോട് എന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, ഈ കവിത എഴുതിയത് ആരാന്നറിയുമോ? അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, എനിക്കറിയില്ല. അപ്പൊ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ മനുഷ്യൻ പറയാണ്, ഈ കവിത എഴുതിയ മനുഷ്യനാണ് നമ്മുടെ നാട്ടിൽ വന്ന് മരണപ്പെട്ട ഈ വ്യക്തി. എന്താണ് ആ കവിതയിലുള്ളത്? അദ്ദേഹം പാടിയത് ഇങ്ങനെയാണ്: യബ്ഖിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫു. ഒരു അപരിചിതനായ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ വന്നു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കരയുകയാണ്. വദു ഖറാബതിഹി ഫിൽ ഹയ്യ് മസ്റൂറു. ഈ മരണവേള അറിയാതെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഇന്ന് സന്തോഷിക്കുകയാണ്. അപരിചിതൻ അദ്ദേഹത്തിന് വേണ്ടി കരയുകയും മരണവാർത്ത അറിയാതെ തന്റെ കുടുംബക്കാർ ഏതോ ഒരു നാട്ടിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് ആ കവിതയിൽ അടങ്ങിയിരിക്കുന്ന വരികൾ. ആ കവിത എഴുതിയ മനുഷ്യനാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മള് 2024 വിട പറയാൻ നിൽക്കുന്ന ഈ വേളയിൽ 2025 കടന്നു വരുന്ന ഈ അവസരത്തിൽ നാം ആലോചിക്കേണ്ട ചില ആലോചനകളുണ്ട്. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ
നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഫൗണ്ടൻ ഷോ, അതേപോലെ കാർണിവൽ, ആനിമൽ ഷോ, അതേപോലെ തന്നെ വെടിമരുന്ന് പ്രയോഗം, അതേപോലെ ഗാനമേള, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ന്യൂ ഇയർ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഇസ്ലാമിൽ ന്യൂ ഇയറിന്, പുതുവർഷത്തിന് ഒരു പ്രത്യേകതയുമില്ല. പല ആളുകൾ അന്നത്തെ രാത്രി ഉറങ്ങാറില്ല. രാവിലെ വരെ ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് വെടിമരുന്ന് പ്രയോഗവും നൃത്തത്തിലും ഗാനമേളയിലുമാണ്. എന്നാൽ ഒരു വർഷം കടന്നു പോകുമ്പോൾ നാം ആലോചിക്കേണ്ട ചില ചിന്തകളുണ്ട്. 2024 എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന് നാം ആലോചിക്കണം. തുടക്കത്തിൽ 2024 നമ്മൾ കലണ്ടർ മാറ്റുമ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ ഡിസംബറിലെ അവസാനത്തെ ദിവസം 2025 കലണ്ടർ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ പല ആളുകളും ഇന്ന് ഖബറിലാണ്, നമ്മോടൊപ്പമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു സിക്ര ഹാസിമുൽ ലസ്സാത്ത്. അതാണ് ഒന്നാമത്തെ ചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അക്സിറു എന്ന പദമാണ് ഉപയോഗിച്ചത്. ധാരാളമായി നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചില്ല. അക്സിറു സിക്ര, നിങ്ങൾ ധാരാളമായി ഓർക്കണം. എന്തിന്? ഹാസിമുൽ ലസ്സാത്ത്, എല്ലാ സുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന, അവസാനിപ്പിക്കുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ഈ വേളയിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചല്ലോ, വമാ തദ്രീ നഫ്സുൻ മാദാ തഹ്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്, വമാ തദ്രീ നഫ്സുൻ, ഒരു ആത്മാവിനും അറിയുകയില്ല, മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സമ്പാദിക്കുക എന്നത്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ച് മരണപ്പെടുമെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇതാണ് രണ്ടാമത്തെ ചിന്ത. എല്ലാവരും സൃഷ്ടാവിനെ മറന്നു കളയുന്ന ആ സമയത്ത് നമുക്ക് സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്മാറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ പ്രായം, എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചുരുങ്ങിയ ഒരു കാലം മാത്രമേ നമുക്കിവിടെ ജീവിക്കാനുള്ള അവസരമുള്ളൂ. ആ സമയം അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ, അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ ഖിയാമത്ത് നാളിൽ നമ്മുടെ അമലുകൾ തൂക്കി നോക്കുമ്പോൾ ഫമൻ സുഅസിയ അനിൻ നാർ, നരകത്തിൽ നിന്നും അകറ്റുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു, അവനാണ് വിജയി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, ഒരു വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ്. നമ്മളെ നരകത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിൽ പോകണം. ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർദിയ യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹുവിനെ യാ അയ്യുഹൻ നഫ്സുൽ
മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവെ. ആ പദത്തിൽ, മുത്മഇന്ന എന്ന പദത്തിൽ രണ്ട് വാക്കുകളാണ് കൂടിച്ചേർന്നത്. അംനും തുമഇനത്തും, സമാധാനവും അതേപോലെ തന്നെ ശാന്തിയും. ഈ രണ്ടും കൂടിച്ചേർന്നൊരു വാക്കാണ് മുത്മഇന്ന എന്ന് പറയുന്നത്. യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. റാളിയത്തായിക്കൊണ്ടും മർളിയത്തായിക്കൊണ്ടും. എങ്ങനെയാണ് അതിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു വറളുവൻ, സ്വയം തൃപ്തിപ്പെട്ടു. ഞാൻ കടക്കുന്ന സ്ഥലം, എന്നെ പ്രവേശിക്കുന്ന ആളും എന്റെ വിഷയത്തിൽ തൃപ്തനാണ്. രണ്ടു കൂട്ടരും തൃപ്തനാണ്. ആ രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇനി ദുനിയാവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കാനത്ത് ദുനിയ തഅദിലു ഇൻദല്ലാഹ്. ദുനിയാവിന്റെ ഉപമ അല്ലാഹുവിന്റെ അടുക്കൽ ജനാഅ ബഊദ, ഒരു ഈച്ചയുടെ ചിറകിന് അത്ര വില പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് കൽപ്പിച്ചിട്ടില്ല എന്നതാണ്. വളരെ നിസ്സാരമാണ് ദുനിയാവ് എന്നത്. ആ ദുനിയാവിന്റെ പിന്നാലെ പോയിക്കൊണ്ട് ആഖിറത്തിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ആഖിറത്തെ അതാണ് വയബ്ഖാ, അതാണ് ബാക്കിയാവുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലസീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി സമ്പാദിക്കണം, നാളേക്ക് വേണ്ടി പണിയെടുക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിൽ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ. الحمدلله الذي هدانا لهذا وما كنا لولا نهتدي لولا أن هدانا الله. اتقوا الله أوصيكم بثاني بتقوى الله. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വയം മറക്കാതെ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുതുവർഷ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ ഒരു ഹദീസാണ്, ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദു ഈമാന ഫീ ഖുലൂബിക്കും. വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകും, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കടന്നു പോകും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്അലുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും, നിങ്ങളെ ഈമാൻ നിങ്ങളെ പുതുക്കാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. നിങ്ങളെ ഈമാൻ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു. ഖാല അൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ലമ്മാ സുഇല അനിൽ ഈമാനി യസീദു വയൻകുസു, ഈമാന് കുറയുകയും കൂടുകയും ചെയ്യുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, യസീദു ഹത്താ യബ്ലുഅൽ അഅല സമാവാതി സബ്അ. അദ്ദേഹം കൊടുത്ത മറുപടി, ഈമാൻ വർദ്ധിക്കും. ഏത് വരെ? ഹത്താ യബ്ലുഅ അഅല സമാവാതി സബ്അ, ആകാശത്തോളം വളരും. ഏത്? ഈമാൻ. ചില സമയത്ത് അങ്ങനെയാണ്. നമുക്ക് റമളാനിലെ അവസാനത്തെ പത്താകുമ്പോഴൊക്കെ നമ്മുടെ ഈമാൻ വർദ്ധിച്ചങ്ങനെ പോകും. ചില മരണ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ചില ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ആ ഈമാൻ വർദ്ധിക്കുന്നതിനെ നിലനിർത്താൻ വേണ്ടി ഫസ്അലുല്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, വയൻകുസു ഹത്താ യസീറ ഇലാ അസ്ഫല സാഫിലീൻ, അത് കുറഞ്ഞു പോകും. ഈമാനിന്റെ ഒരു അടിയാളം പോലും ജീവിതത്തിൽ ഇല്ലാത്ത രൂപത്തിൽ മനുഷ്യൻ ഇല്ലാതായിത്തീരും. മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാൻ ഇല്ലാതായിത്തീരും. അസ്ഫല സാഫിലീൻ,
ഏറ്റവും അടിമയായ ഏറ്റവും അടിത്തട്ടിലേക്ക് അത് പോകുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ സിദ്നി ഈമാനൻ വയഖീനൻ വഫിഖ്ഹൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ സിദ്നി ഈമാന, അല്ലാഹു എനിക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണം, വയഖീനൻ, ഉറപ്പില്ലെങ്കിൽ എപ്പത് ഇല്ലാതായി പോകും, അതേപോലെ വഫിഖ്ഹൻ, നല്ല അറിവും എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സദാസമയം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് അത് കൂടുകയും കുറയുകയും ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതിനെ പുതുക്കാൻ വേണ്ടി അതിനെ തജ്ദീദാക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനുള്ള കാരണം ഒന്നാണ് ഖുർആൻ പാരായണം ചെയ്യുക. മിൻ അസ്ബാബി സിയാദത്തുൽ ഈമാൻ അക്സറു തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തത് മിൻ സിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക. പിന്നെ അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക. വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി കോപം ചെയ്യുകയും ചെയ്യുക. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തഹമ്മലു ഫീ മഖ്ലൂഖാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പറ്റി, അള്ളാഹു സൃഷ്ടിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അങ്ങനെ ഈമാൻ വർദ്ധിക്കുന്ന നല്ല ആളുകളിൽ, മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ഹിദായത്തും ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹത്തായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. اللهم حاسبنا حسابا يسيرا، اللهم حاسبنا حسابا يسيرا. ربنا تقبل صيامنا وقيامنا وركوعنا وتلاوة القرآن يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على محمد وعلى آله وسلم.